എല്ലാ പ്രേക്ഷകർക്കും നല്ല നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റൊരു ചിന്ത, യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു ചിന്ത ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അതേ വാക്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലും കാണാൻ കഴിയും. ഇവിടെ യേശു പറയുന്നത്, ഒരിക്കലും ഒരു വ്യക്തിക്ക് 2 പേരെ സേവിക്കാൻ കഴിയില്ല. ഇവിടെ യേശു 2 പേര് എന്ന് പറയുന്നത്, ഒന്ന് ദൈവത്തെയും ഒന്ന് മാമോനെയും. ഈ മാമോൻ എന്ന് പറഞ്ഞാൽ സമ്പത്താണ്. അത് ഇംഗ്ലീഷ് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് മണി. അങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെയും മനുഷ്യനെയും ധനത്തെയും നിങ്ങൾക്ക് ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല. ഒരുവനെ ഒരുത്തൻ സ്നേഹിച്ചാൽ മറ്റതിനെ ദ്വേഷിക്കും. 2 പേരെയും ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല എന്നാണ് യേശു പറഞ്ഞത്. നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡിൽ ചിന്തിച്ചായിരുന്നു, സകലവിധ ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞുകൊള്ളുവിൻ. ആ ധനമല്ല നമ്മുടെ ജീവൻ്റെ ആധാരമായിരിക്കുന്നത് എന്ന് യേശു പറഞ്ഞു. ഇവിടെ യേശു പറയുന്നത്, ഒരിക്കലും ഒരു ഭക്തനായ മനുഷ്യന് അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലിന് പണത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല. കാരണം യേശു കർത്താവ് ഒരു ഭാഗത്ത്, കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ ഒന്ന് കാണാനായിട്ട് അഭ്യർത്ഥന. യേശു പറയുന്നത്, നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ആയിരിക്കും നിങ്ങളുടെ മനസ്സ്. അപ്പോൾ അതുകൊണ്ട് 2 തലങ്ങളിൽ 2 ദിശകളിൽ നിന്നുകൊണ്ട് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയില്ല. ഒന്നെങ്കിൽ പണത്തെ സ്നേഹിക്കുക, ഇല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക. അതാണ് യേശു പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസകരം. ആ ധനവാന്മാരെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങൾ യേശു ഉപമയും അതുപോലെ തന്നെ തൻ്റെ പരസ്യ ശുശ്രൂഷാ സമയത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ധനത്തെ സംബന്ധിച്ച്, ധനം സമ്പാദിക്കുന്നതിനെ സംബന്ധിച്ച് യേശു പറഞ്ഞ കാര്യം ഇതാണ്, ഒരിക്കലും ഒരു ഭക്തന് 2നെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയില്ല. നമ്മൾ ഏറ്റവും അധികം ദൈവത്തെ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും ഈ 2 തലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കുള്ള ചോദ്യം, സാമ്പത്തികം നമുക്ക് ആവശ്യമില്ലയോ? നിശ്ചയമായും ആവശ്യമുണ്ട്. കർത്താവ് പറഞ്ഞത്, സമ്പത്തിൻ്റെ പിറകെ അല്ല പോകേണ്ടത്, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ഉയരത്തിലുള്ളത് ചിന്തിക്കുക, ഉയരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. പലയിടങ്ങളിലും ലേഖനകർത്താവ് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ എന്നൊക്കെ പല ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഉയരത്തിലുള്ളതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഉള്ള ചിന്ത എന്ന് പറയുന്നത്. നമ്മുടെ പൗരത്വമോ ഉയരത്തിലാണ്, സ്വർഗത്തിലാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്ന നമ്മൾ സ്വർഗീയ ചിന്തകളുള്ളവരായി തീരണം.
ആ ദൈവത്തിൻ്റെ മക്കൾ ഈ ലോകപ്രകാരം ലോകമനുഷ്യരായിട്ട് ജീവിക്കാൻ പാടുള്ളതല്ല. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ക്രൈസ്തവ മാർഗത്തിൽ ഭൂരിഭാഗം ആൾക്കാരും ലോകത്തിൻ്റെ പോക്കനുസരിച്ച് ലോകത്തിൽ ചില നേട്ടങ്ങളുണ്ടാക്കാൻ, ലോകത്തിൽ ചില നന്മകളുണ്ടാക്കാൻ, ഏത് വിധേനയും കുറേ സമ്പത്തുണ്ടാക്കാൻ ലോകം പോകുന്ന പോക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ ഒരു രണ്ട് ആറ്റിറ്റ്യൂഡിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ധനത്തിനെ സംബന്ധിച്ചിട്ടുള്ള നിക്ഷേപം സ്വരൂപിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു മൂന്നാമത്തെ ചിന്തയെന്ന് പറയുന്നത് ഒരിക്കലും മാമോനെയും അല്ലെങ്കിൽ മണി, സാമ്പത്തികത്തെയും ദൈവത്തെയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയില്ല. നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് യേശുവിനെയാണ്. ആ കർത്താവിൻ്റെ കൽപ്പനകളെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുക. അങ്ങനെ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കുമ്പോൾ അവന് പ്രസാദം ഉള്ള മനുഷ്യരായിട്ട് നാം മാറും. ആയതുകൊണ്ട് ധനമോഹം നമ്മളിൽ നിന്ന് വിട്ടു ഓടുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഇന്ന് ലോകം മുഴുവൻ കാണുന്നത് ഇതിൻ്റെ പിറകിലേക്ക് ഓടുന്ന ഒരു ഭയാനകമായ കാഴ്ചയാണ് കാണാൻ കഴിയുക. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ പരീക്ഷണങ്ങളൊക്കെയും ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പരീക്ഷണങ്ങളാണ്. വിശന്നു വലഞ്ഞിരുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഒരു കല്ല് കൊണ്ടുകൊടുത്ത് പിശാച് പറഞ്ഞു, ഇതിനെ നീ അപ്പമാക്കി കഴിക്കാൻ പറഞ്ഞു. യേശു അത് ചെയ്തില്ല. ആലയത്തിൻ്റെ അഗ്രത്തിന്മേൽ കൊണ്ടുപോയി ലോകത്തിലുള്ളതെല്ലാം കാണിച്ചു. ഇതെല്ലാം എൻ്റെ കൈകളിൽ തന്നിരിക്കുന്നു, നീ എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ മതി, ഞാനിതൊക്കെ തരാം. ലോകപരമായ പല കാര്യങ്ങളും യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറയുമ്പോഴും യേശുവിൻ്റെ മറുപടി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. അവിടെ പിശാച് പറഞ്ഞൊരു പ്രസക്തമായ കാര്യം, എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ, എനിക്ക് ഇഷ്ടമുള്ളവന് ഞാൻ ഇതൊക്കെ കൊടുക്കുന്നു, എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെ നിനക്കും തരാം എന്ന് പറഞ്ഞു. ഇതൊക്കെ കർത്താവ് തള്ളിക്കളഞ്ഞുകൊണ്ട് ആത്മീയമാണ് പ്രധാനം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് പ്രധാനം, ദൈവീക കാര്യങ്ങളെ ചിന്തിക്കുന്നതാണ് പ്രധാനം, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നതാണ് പ്രധാനം, ഉയരത്തിലുള്ള പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് പ്രധാനം, അങ്ങനെ കർത്താവിൻ്റെ വചനമാണ് പ്രധാനം, കർത്താവ് പറഞ്ഞ വാക്കുകളാണ് പ്രധാനം എന്ന് പറഞ്ഞ് ലോകത്തെ ജയിച്ച ആ നല്ല ഗുരുവിൻ്റെ ശിഷ്യന്മാരായ നാമും ഈ ലോകത്തോടുള്ള പ്രതികരണം ഇത് തന്നെയായിരിക്കണം. അത് തന്നെയാണ് പൗലോസ്ലീഹയും പറയുന്നത്, ലോകത്തിലുള്ളതിനെ ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. ഞാൻ പിൻപിലുള്ളതെല്ലാം മറക്കുന്നു, മുൻപിലുള്ള ലാക്കിലേക്ക്, കർത്താവ് വസിക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക്, സ്വർഗരാജ്യം ലക്ഷ്യമാക്കി മുന്നോട്ട് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ഇത് തന്നെയായിരിക്കണം യേശുവിനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കടന്നു വരാം എന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.